സാറേ, ചൈനയിൽ പുതിയ വൈറസിൻ്റെ സാന്നിധ്യമുണ്ട് എന്ന് വാർത്തകളൊക്കെ വരുന്നുണ്ട്, രോഗങ്ങളൊക്കെ പടരുന്നു. മുമ്പ് ഇതുപോലൊരു രോഗഭീതിയായിരുന്നല്ലോ ലോകം മുഴുവൻ. കോവിഡ് കഴിഞ്ഞ് 5 കൊല്ലം കഴിഞ്ഞിട്ട് ചൈന ഇപ്പോൾ ഒരു വൈറസിൻ്റെ പിടിയിലാണ് എന്നാണ് റിപ്പോർട്ടുകൾ. ഈ ആശുപത്രികളും ഈ ക്രിമറ്റോറിയം ഉണ്ടല്ലോ, ശ്മശാനം, ഇതൊക്കെ നിറഞ്ഞു കവിഞ്ഞിരിക്കുന്നു എന്നാണ് റിപ്പോർട്ടുകളിൽ കാണുന്നത്. വൈറസ് ഹ്യൂമൻ മെറ്റാന്യൂമോ വൈറസ് HMPV. ഇത് വളരെ പെട്ടെന്ന് പടർന്നു പിടിക്കുന്നുണ്ട്. പനി, ഫ്ലൂ, പിന്നെ COVID-19 അതിന് സമാനമായ ലക്ഷണങ്ങളൊക്കെ ഈ വൈറസ് ബാധയിലും കാണുന്നുണ്ട് എന്നാണ് റിപ്പോർട്ടുകളിൽ കാണുന്നത്. സോഷ്യൽ മീഡിയ പോസ്റ്റുകളിലൊക്കെ ധാരാളം ഇത് കാണുന്നുണ്ട്, വളരെ വേഗം പടരുന്നതായിട്ട്. ആ സോഷ്യൽ മീഡിയ പോസ്റ്റുകളിൽ ചിലതിലൊക്കെ വീഡിയോയും ഒക്കെ കാണാം, ഈ ആശുപത്രികൾ നിറഞ്ഞിരിക്കുന്നത്. പിന്നെ ചിലതിൽ ഈ പറഞ്ഞ ക്രിമറ്റോറിയംസ് ഒക്കെ നിറഞ്ഞു കവിഞ്ഞിരിക്കുന്നത് ആളുകളുടെ ആൾക്കൂട്ടം ഒക്കെ, ജഡങ്ങളുടെ കൂട്ടമൊക്കെ കാണാം. പിന്നെ ഈ സോഷ്യൽ മീഡിയയിലുള്ള ചില യൂസേഴ്സ് പറയുന്നത് ഇൻഫ്ലുവൻസ A, HMP, മൈക്കോപ്ലാസ്മ ന്യൂമോണിയെ, COVID-19 ഇത്രയും അസുഖങ്ങൾ പിന്നെ വരുന്നുണ്ട് വൈറസ് ബാധ കാരണം എന്ന് പറയുന്നുണ്ട്. ഇത്രയും വൈറസുകൾ പടരുന്നതായിട്ട് പറയുന്നുണ്ട്. ചൈന അവിടെ ഒരു അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിരിക്കുകയാണ് എന്ന് പോസ്റ്റ് ഉണ്ട്. അത് നമുക്ക് ഇതിൻ്റെ കൂടെ കൊടുക്കാം. അത് സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകളാണെന്നൊക്കെ പറയുന്നുണ്ട്, പക്ഷെ അങ്ങനത്തെ പോസ്റ്റുകൾ വന്നിട്ടുണ്ട്. അടിയന്തരാവസ്ഥയിൽ പെട്ടിരിക്കുകയാണ്. ചൈനയിൽ നിന്നുള്ള വാർത്തകളൊന്നും അങ്ങനെ പുറത്തറിയില്ലല്ലോ, അതൊരു കമ്മ്യൂണിസ്റ്റ് മതിലിൻ്റെ അപ്പുറത്ത് കഴിയുന്നതുകൊണ്ട്. HMPV എന്ന് പറഞ്ഞ് ഈ വൈറസ് കാരണം പനി മാത്രമല്ല COVID-19 പോലുള്ള സംഗതികളൊക്കെ വരുന്നുണ്ട്. ഇപ്പോൾ അവിടുത്തെ ആരോഗ്യ വകുപ്പ് അധികൃതരൊക്കെ വളരെ കാര്യമായി ഈ വൈറസ് പടരാതിരിക്കാനുള്ള പരിപാടികൾ ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് പറയുന്നുണ്ട്. പക്ഷെ അതുകൊണ്ട് ഗുണമില്ല. പടരുന്നത് നിർത്താനൊന്നും കയ്യിലല്ല, ഇപ്പോൾ നിയന്ത്രണം വിട്ടിരിക്കുന്നു. ഈ Xൽ SARS-CoV-2 ബ്രാക്കറ്റിൽ COVID-19 ഇങ്ങനെ ഒരു X ഹാൻഡിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. ആ പോസ്റ്റിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ചൈനയിൽ ഒന്നിലധികം വൈറസുകൾ പടരുന്നുണ്ട്, മൾട്ടിപ്പിൾ വൈറസസ് എന്ന് പറയുന്നുണ്ട്. അത് ഇൻഫ്ലുവൻസ A, HMPV, മൈക്കോപ്ലാസ്മ ന്യൂമോണിയെ, COVID-19 കോവിഡും ഉണ്ട് ഇതിൻ്റെ കൂട്ടത്തിൽ എന്നാണ് ആ പോസ്റ്റിൽ പറയുന്നത്. അതിലും പറയുന്നുണ്ട് ഈ ആശുപത്രികളുടെയും ക്രിമറ്റോറിയത്തിൻ്റെയൊക്കെ കാര്യം പറയുന്നുണ്ട്. കുട്ടികളുടെ ആശുപത്രികളിൽ ന്യൂമോണിയയും വൈറ്റ് ലങ് അസുഖങ്ങളും ഒക്കെ ആയിട്ട് കുട്ടികളുടെ ആശുപത്രികളും നിറഞ്ഞിരിക്കുന്നതായിട്ട് പറയുന്നുണ്ട്. റോയിട്ടർ വലിയ വാർത്താ ഏജൻസിയാണല്ലോ ആഗോളതലത്തിലുള്ള, അവർ പറഞ്ഞിരിക്കുന്നത് ചൈനയുടെ ഈ രോഗപ്രതിരോധ അതോറിറ്റി പറഞ്ഞിട്ടുണ്ട്, ഈ ന്യൂമോണിയ എങ്ങനെയാണ് ഉണ്ടായിരിക്കുന്നതെന്ന് ഒരു വ്യക്തതയില്ല. ന്യൂമോണിയ പടർന്നിട്ടുണ്ട്, പക്ഷേ എവിടുന്ന് എങ്ങനെ വന്നു എന്ന് വ്യക്തതയില്ല. അങ്ങനെയാണ് ആരോഗ്യവകുപ്പ് അതോറിറ്റി പറഞ്ഞിരിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ശ്വാസകോശ അസുഖങ്ങൾ ഈ ശീതകാലത്ത് ഉയരും. അതിന് പുറമെയാണ്, സാധാരണ ഉയരാറുണ്ട്, അതിന് പുറമെയാണ് ഈ വൈറസുകൾ വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിന് ഈ വൈറസിനെയൊക്കെ കൈകാര്യം ചെയ്യാനുള്ള പ്രോട്ടോക്കോൾ അതൊക്കെ തയ്യാറായി വരികയാണ്. കാരണം മുമ്പ് ഒട്ടും തയ്യാറെടുപ്പ് ഉണ്ടായിരുന്നില്ല COVID-19 വന്നപ്പോൾ. ഇപ്പോൾ കുറച്ചൊക്കെ തയ്യാറെടുപ്പുകൾ ഉണ്ടായിട്ടുണ്ടെന്നാണ് അതിൻ്റെ അകത്ത് പറയുന്ന. 5 കൊല്ലം മുമ്പ് കൊറോണ വൈറസ് വന്നപ്പോൾ ഉണ്ടായിരുന്നില്ല, ആദ്യം വന്നപ്പോൾ. നാഷണൽ ഡിസീസ് കൺട്രോൾ ആൻഡ് പ്രിവെൻഷൻ അഡ്മിനിസ്ട്രേഷൻ ആ സംവിധാനം ഒരു ലാബുകൾക്കൊരു പ്രൊസീജിയർ ഉണ്ടാക്കാൻ പോകുന്നു എന്ന് പറയുന്നുണ്ട്. ഇത് ഇത്തരം കേസുകളൊക്കെ റിപ്പോർട്ട് ചെയ്യാനും അതിൻ്റെ നിയന്ത്രണത്തിനും വേണ്ടിയിട്ട്
എന്ന് പറഞ്ഞാൽ ഈ പ്രോട്ടോക്കോളൊക്കെ ഉണ്ടാക്കി വരുന്നു എന്ന് പറയുമ്പോഴേക്കും രോഗം നന്നായിട്ട് പടർന്നു കഴിഞ്ഞിരിക്കും. പിന്നെ ചൈനയുടെ ഔദ്യോഗിക വാർത്ത മറ്റേ TV CCTV പറഞ്ഞിരിക്കുന്നത് ഒരു വാർത്താ സമ്മേളനം നടന്നിരുന്നു. ആ വാർത്താ സമ്മേളനത്തിൽ ഇത് വിശദീകരിച്ചിരുന്നു എന്നാണ് പറയുന്നത്. ഈ ശ്വാസകോശ രോഗങ്ങൾ ഡിസംബർ 16 മുതൽ 22 വരെയുള്ള കാലയളവിൽ ഗംഭീരമായിട്ട് പടർന്നിരുന്നു ശ്വാസകോശ രോഗങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ട്. വ്യാഴാഴ്ച ഇത് സംബന്ധിച്ച പ്രസ്താവന പുറത്തിറക്കുകയും ചെയ്തിരുന്നു. സാധാരണഗതിയിൽ ശീതകാലത്തും വസന്തകാലത്തും ശ്വാസകോശ അസുഖങ്ങൾ അവിടെ കൂടാറുണ്ടെന്ന് കാൻ ബിയാവോ എന്ന ഉദ്യോഗസ്ഥൻ പറഞ്ഞിട്ടുണ്ട് ഈ പത്രസമ്മേളനത്തിൽ. പിന്നെ കൂടുതൽ വിശദീകരിക്കാനൊന്നും ഈ ഉദ്യോഗസ്ഥൻ ഈ അവസ്ഥയെപ്പറ്റി കൂടുതൽ വിശദീകരിക്കാനൊന്നും മുതിർന്നില്ല. ഈ കൊല്ലം കഴിഞ്ഞ കൊല്ലത്തേക്കാൾ കേസ് കുറവായിരിക്കും എന്നാണ് ഉദ്യോഗസ്ഥൻ പ്രതീക്ഷിക്കുന്നതായിട്ട് പറഞ്ഞത്. ശരിയാകണമെന്നില്ല. കമ്മ്യൂണിസ്റ്റ് സമ്പ്രദായം അങ്ങനെയാണ്. വലിയ സംഭവങ്ങളൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ മൂടി വെക്കാനേ നോക്കുള്ളൂ, പ്രത്യേകിച്ചും ചൈനയിൽ. ഈ റൈനോ വൈറസ്, ഹ്യൂമൻ മെറ്റാന്യൂമോ വൈറസ് തുടങ്ങിയ വൈറസുകൾ പടർന്നതായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതായത് റൈനോ വൈറസ് അത് ഒരു പാത്തോജൻ ആണ്. അപ്പോൾ 14 വയസ്സിന് താഴെയുള്ളവരിൽ അസുഖം വളരെ കൂടിയിട്ടുണ്ട്. 14 വയസ്സിന് താഴെയുള്ളവരെയാണ് കൂടുതലും ബാധിച്ചിരിക്കുന്നത് ഈ പുതിയ വൈറസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ നാഷണൽ ബിസിനസ് ഡെയിലി, ചൈനയുടെ ആ നാഷണൽ ബിസിനസ് ഡെയിലിയിൽ പ്രസിദ്ധീകരിച്ച ഒരു അഭിമുഖത്തിൽ ഷാങ്ഹായ് ആശുപത്രിയിലെ ഒരു ശ്വാസകോശ രോഗ വിദഗ്ധൻ പൊതുജനങ്ങൾക്ക് മുന്നറിയിപ്പ് കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. ആൻറ്റിവൈറൽ മരുന്നുകൾ, വൈറസ് വിരുദ്ധ പ്രതിരോധ മരുന്നുകൾ മുന്നറിയിപ്പില്ലാതെ കഴിക്കരുത്. ഡോക്ടർ പറയാതെ ഒന്നും എടുത്ത് കഴിക്കരുത്. പക്ഷെ ഈ വൈറസിന് വാക്സിനൊന്നും കണ്ടെത്തിയിട്ടില്ല. ഇതിൻ്റെ ലക്ഷണങ്ങൾ സാധാരണ ഈ കോൾഡ്, ജലദോഷം വരുന്നത് പോലുള്ള ലക്ഷണങ്ങളാണ് ഇതിനുള്ളത്. അപ്പോൾ ഒരു സാധാരണഗതിയിലൊരു ജലദോഷം വരുന്നത് പോലെയാണ് ഈ വൈറസ് ബാധ വരുന്നതെന്നാണ് റിപ്പോർട്ടുകളിലൊക്കെ കാണുന്നത്. ഈ നേരത്തെ ഈ പറയുന്ന കൊറോണ അല്ലെങ്കിൽ കോവിഡ് വന്നപ്പോഴും ഇതുപോലെ ആയിരുന്നില്ല. ചെറിയ അസുഖമായിട്ട് വരുന്നു, പക്ഷേ അത് ഒരു പരിധിക്കപ്പുറത്തേക്ക് പോകാതെ അവർ ഒരു കോട്ടയ്ക്കുള്ളിൽ എന്നെണ്ണം മറച്ചു വെക്കും. പക്ഷേ നമ്മളിത് ആദ്യമേ അറിഞ്ഞിരുന്നു. എനിക്ക് നല്ല ഓർമ്മയുണ്ട്. നമ്മൾ ജനുവരിയിൽ തന്നെ കേരളത്തിൽ ഇത് വന്നു, ഈ വിവരം വന്നു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഈ മെഡിക്കൽ കോളേജിൽ പഠിക്കാൻ പോയ തൃശ്ശൂരിൽ നിന്നുള്ളൊരു കുട്ടിക്ക് ഈ അസുഖം വന്നതായിട്ട് റിപ്പോർട്ട് വന്നു നമ്മുടെ പത്രങ്ങളിൽ. അപ്പോൾ അവിടുത്തെ ഈ കോവിഡ് ആദ്യം അറിഞ്ഞ ഇന്ത്യയിലെ സംസ്ഥാനമാണ് അന്ന് കേരളം. പക്ഷേ അത് അങ്ങനെ ഭയപ്പെടുത്തുന്നതായിരുന്നു അത്. പക്ഷേ ഇപ്പോഴും ഈ പറയുന്ന വൈറസിൻ്റെ ഒരു രീതി എന്താണെന്ന് നമുക്ക് പ്രവചിക്കാൻ കഴിയില്ലല്ലോ. അപ്പം ഒരു ആശങ്കയുടെ നിഴൽ തന്നെയാണ് വീണ്ടും ലോകമെന്ന് നമുക്ക് പറയാൻ പറ്റും. ഇപ്പോൾ അവിടെ എന്താണെന്ന് വെച്ചാൽ ഈ സീറോ കോവിഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു നയമാണ് അവർ സ്വീകരിച്ചിരുന്നത്. എല്ലാവർക്കും ജോലിക്ക് പോവാം, അടച്ചിരിക്കണ്ട, നമ്മുടെ ഇവിടുത്തെ പോലത്തെ ലോക്ക്ഡൗണിനൊന്നും മുതിരാതെ. അത് വലിയ അപകടത്തിൽ വന്നു. അങ്ങനെ കൂടുതൽ വ്യാപിച്ചു. ആപ്പിളിൻ്റെ ഫാക്ടറിയിൽ, വിസ്തൃതമായ ഫാക്ടറികളിലൊക്കെ കൂടി 10,000 പേർക്കൊക്കെ കോവിഡ് വരികയും പിന്നെ ജനങ്ങൾ പ്രക്ഷോഭത്തിന് തയ്യാറാവുകയും. കഴിഞ്ഞ പാർട്ടി കോൺഗ്രസ്സിലൊക്കെ ഇതിനെപ്പറ്റി പ്രസംഗിച്ച റിപ്പോർട്ടൊക്കെ ഞാൻ വായിച്ച് ഓർക്കുന്നുണ്ട്. നമ്മളിപ്പോഴും സീറോ കോവിഡ് പോളിസിയാണ് എന്നൊക്കെ പറഞ്ഞിട്ട്. അത് പാർട്ടി അങ്ങനെ പറയുന്ന പോലെയാണല്ലോ അവിടെ നടക്കുന്നത്. അപ്പോൾ ആഗോളതലത്തിൽ ഭീതി ഉണ്ട് ഇത് സംബന്ധിച്ചിട്ട്. ഇപ്പോൾ ലോകാരോഗ്യ സംഘടനയ്ക്കൊക്കെ ഇതെ പറ്റിയിട്ടുള്ള വിവരങ്ങളൊക്കെ ഉള്ളതായിട്ട് റിപ്പോർട്ടുകളുണ്ട്. അന്ന് പ്രചരിച്ചത് ഈ ആണവായുധവുമായി ബന്ധപ്പെട്ട ചില പരീക്ഷണങ്ങൾ നടത്തുമ്പോൾ ചില വൈറസുകളൊക്കെ പുറത്തേക്ക് വന്നു. അപ്പോൾ ജൈവായുധവുമായി അപ്പോൾ എന്ന് പറയുന്നത് അവരുടെ രഹസ്യമായ പല ഓപ്പറേഷനും ഉണ്ടാവുമല്ലോ. അങ്ങനെ എന്തെങ്കിലും ഇതുപോലെ സമാനമായ രീതിയിൽ പുറത്തു പോയതാണോ അവരുടെ നിയന്ത്രണം? നമ്മൾ അടുത്ത കാലത്ത് ചർച്ച ചെയ്ത ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ അമേരിക്കയിലെ ഒരു NGOയുമായി ബന്ധപ്പെട്ട് അവർ ഈ വുഹാനിലെ ലാബിൽ
കാരണം അമേരിക്കയിൽ ഇപ്പോൾ ഒരു റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ട് ഇതിനെപ്പറ്റി പഠിക്കാൻ. കോവിഡ് എങ്ങനെയാണ് ഉണ്ടായിരുന്നത്, അതിലെന്താണ് പങ്കെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അമേരിക്കയിൽ ഒരു NGO ഈ അമേരിക്കൻ ഫണ്ട് കൊണ്ട് തന്നെ പുറത്ത് പോയിട്ട് ഈ വുഹാനിൽ പോയിട്ട് അവരും ഈ റിസർച്ചിലൊക്കെ പങ്കാളികളായിരുന്നു. അമേരിക്കയിലെ ഒരു കൂട്ടം ആളുകൾ, ഒരു സംഘടന പങ്കാളികളായിരുന്നു അതിൽ, ആ ഗവേഷണത്തിൽ എന്നൊക്കെ. ആ ലാബിൽ നിന്ന് തന്നെയാണ് ഇത് പുറത്തേക്ക് വന്നത് എന്നും അന്വേഷണത്തിൽ കണ്ടതായിട്ട് നമ്മൾ ഇപ്പോൾ അവിടെ ഒരു റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചപ്പോൾ അത് നമ്മൾ ചർച്ച ചെയ്തിരുന്നു ഇവിടെ. അപ്പോൾ അമേരിക്ക എന്ത് ചെയ്തു എന്ന് വെച്ചാൽ പിന്നെ അത് മൂടി വെക്കുകയാണ് ചെയ്തത്. അവിടുത്തെ ഈ ഡീപ്പ് സ്റ്റേറ്റ് ബന്ധങ്ങളും ഒക്കെ ആ NGOയ്ക്ക് ഉണ്ടായിരുന്നു. അതുകൊണ്ടത് മൂടി വെച്ചതാണെന്നൊക്കെ പറഞ്ഞൊരു റിപ്പോർട്ട് ഇപ്പോൾ ട്രംപ് വരുന്നതിന് മുമ്പാണത് വന്നിരിക്കുന്നത്. അപ്പോൾ അമേരിക്കയിലെ ചില ആളുകൾക്കൊക്കെ ഈ വുഹാൻ ലാബൊക്കെ ആയിട്ട് ബന്ധമുണ്ടായിരുന്നു എന്ന് ആ റിപ്പോർട്ടിൽ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും പുതിയ വൈറസിൻ്റെ ഒരു സാന്നിധ്യം ഇനി പേടിപ്പെടുത്താത്തത് അല്ലെ പേടിക്കാനുള്ളതാകാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം അല്ലേ? അത് സൂക്ഷിക്കേണ്ടതാണ്. കാരണം സാധാരണ ജലദോഷം വന്നാലും എന്തായാലും വേറൊരു സ്ഥലത്ത് ഇത് വന്നതായിട്ട് റിപ്പോർട്ടുകളില്ല. ചൈനയിൽ മൾട്ടിപ്പിൾ വൈറസുകൾ എന്നാണ് പറയുന്നത്. ഒന്ന് മാത്രമല്ല, പലതരം ഇൻഫ്ലുവൻസ പരത്തുന്നത്, ഇതുപോലെ ജലദോഷം പോലെ പരത്തുന്ന, അതിൻ്റെ കൂടെ കോവിഡും, അങ്ങനെ പല വൈറസുകൾ അവിടെ കയറി കളിക്കുന്നുണ്ട്. അതുകൊണ്ട് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിട്ടുണ്ട്. സത്യമായിരിക്കും തോന്നുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ സാധാരണ വരുന്നത് പോലെ ചൈനയിൽ നിന്ന് അധികം റിപ്പോർട്ടുകളൊന്നും കാണുന്നില്ല ഈ അതിൻ്റെ വളർച്ചയെ സംബന്ധിച്ചൊക്കെ. അല്ലെങ്കിൽ ചൈനയുടെ GDP വളർച്ച ഇത്ര എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ എപ്പോഴും റിപ്പോർട്ടുകൾ കാണുന്നതാണ്. ഇത്ര ശതമാനം അങ്ങനത്തെ റിപ്പോർട്ടുകളൊന്നും കാണുന്നില്ല. വളർച്ച സംബന്ധിച്ചിട്ടുള്ള ഒരു ഇൻഡെക്സും അങ്ങനെ കാണുന്നില്ല. പക്ഷേ പ്രതിരോധ രംഗത്ത് വലിയ വളർച്ച ഉണ്ടായതായിട്ട് ഇപ്പം ഇന്നലെ ഞാൻ വായിച്ചത് ഈ 6th ജനറേഷൻ സ്റ്റെൽത്ത് ഫൈറ്റർ ചൈന വികസിപ്പിച്ചു എന്ന് പറഞ്ഞൊരു റിപ്പോർട്ട്. നമ്മൾ 5th ജനറേഷൻ്റെ ഒരു ചർച്ച ചെയ്തു. അതെ അതെ. ഇപ്പോൾ അമേരിക്കയ്ക്ക് 6th ജനറേഷൻ ഇല്ല, പക്ഷെ ചൈനയ്ക്ക് അത് ആയി. അതിൻ്റെ പരീക്ഷണ പറക്കൽ നടന്നു എന്ന് പറഞ്ഞൊരു റിപ്പോർട്ടുണ്ട്. അങ്ങനത്തെ റിപ്പോർട്ടുകളേ ഉള്ളൂ. ഈ വൈറസിൻ്റെ കാര്യം നേരത്തെ മൂടി വെച്ചതുപോലെ നേരത്തെ മൂടി വച്ചിരുന്നു. അതിൻ്റെ ജനിതകം ഒക്കെ വിവരം കിട്ടിയിട്ടും അത് മറ്റേ ലോകാരോഗ്യ സംഘടനയെ അറിയിച്ചില്ല. അത്തരം റിപ്പോർട്ടുകൾ ഇതിൻ്റെ കൂടെ വരുന്നുണ്ട്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.